ഓ അതിവിടെ പറ്റില്ലേ? അതെ അതെ അതെ. ഓ യെസ് യെസ്. മാനേജറാണ്. ഇത് ഫൗണ്ടറിന്റെ മകനാണ്. ഇത് ആഷ്മി. അതെ അതെ അതെ, പരിചയപ്പെട്ട. അപ്പൊ നമ്മുടെ പ്രജിൻ എവിടെ? പ്രജിനുണ്ട്. മോർണിംഗ് വാക്ക് എപ്പോഴും കാണാറുണ്ട്. മോർണിംഗ് വാക്ക് കാണുന്നുണ്ടല്ലേ? വൈഫ് വണ്ടിയിലാണോ? പ്രതീക്ഷിക്കല്ലേ? നിരന്തര യാത്രയുണ്ട്. ആറ് ഏക്കർ. പിന്നെ 14 ഏക്കർ മൊത്തം നമുക്ക് സ്ഥലമായിട്ടുണ്ട്. പ്രോപ്പർട്ടിയാണ്. CBSE ഇംഗ്ലീഷ് മീഡിയം സ്കൂള് 1600 വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. വേറൊരു ക്യാമ്പസിൽ 500 കുട്ടികൾ. പിന്നെ മറ്റു കുട്ടികളിലും കൂടി വിവിധ ക്യാമ്പസുകളിലായി 4000-ഓളം വിദ്യാർത്ഥികൾ മൊത്തം പഠിക്കുന്നുണ്ട്. 1986 6 വിദ്യാർത്ഥികളെ കൊണ്ട് ആരംഭിച്ചതാ. സാറ് അടങ്ങിയതുപോലെ 40-ാം വാർഷികം ഞങ്ങൾ ആഘോഷിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. ഒന്നിച്ചങ്ങ് ആഘോഷിച്ചേക്കാം. 26 ഏപ്രിലാണ് 40-ാം വാർഷികം. അടുത്ത ഏപ്രിൽ 25. കണക്കെല്ലാം പോയി സാറെ 40 വർഷങ്ങളാവാം. 40-ാം വർഷം. സാറ് വരണം, എല്ലാവരും ഉണ്ടാകണം. അല്ലെങ്കിൽ വാച്ചിയോടെ പറയുന്നത് ഈ റൂട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് പെർമിഷൻ വാങ്ങിച്ചു. റൂട്ട് മാറ്റാൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ പ്രായമായിട്ട് റൂട്ട് മാറ്റാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ല അത് പറ്റത്തില്ല. അല്ലെങ്കിൽ സഖീവ് ഉറങ്ങിയിട്ടില്ല. നിങ്ങളുടെ ഇവിടെ പോയിട്ടേ ഉള്ളൂ. അത്ഭുതമായിരിക്കും. വരട്ടെ. ഇവിടെ എനിക്ക് തോന്നി അതാണ് ആലിംഗൽ ചരിത്രം പ്രശ്നം. ഇബ്നു ബത്തൂത്ത എന്ന ലോകസഞ്ചാരിയെ കുറിച്ച് കേട്ടിട്ടില്ല? ഇബ്നു ബത്തൂത്ത അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വന്നിട്ടുണ്ട്. അദ്ദേഹം വന്നിട്ടാണ് അതെ മാത്തൂലുഹു എന്ന് പറഞ്ഞിട്ട് മാട്ടൂലായി മാറിയെന്നാണ് ചരിത്രം. അതെ, അതുമാതിരി അറബിയില് മാത്തൂൽ എന്ന നീളമാണ്. ഇപ്പൊ ഇവിടെ കയറ്റമൊന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ മാത്തൂലാണ് നീളം എന്നാണ് എന്റെ അറബി. അതിന്റെ അറബി വാക്ക് നീളം. അങ്ങനെ മാത്തൂൽ എന്നായത്. നമ്മുടെ സ്ഥാപനം 40 40-ാമത്തെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. തീർച്ചയായിട്ടും SKNന്റെ കൂടെ നമ്മുടെ സ്ഥാപനവും സമൂഹത്തിന്റെ ജാഗരണ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമായിട്ടുണ്ട് ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്കും ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കും ഉണ്ട്. തീർച്ചയായിട്ടും ഓഫ് കോഴ്സ്. No, never. ഞാൻ ഇവിടുത്തെ ജസ്റ്റ് സ്റ്റുഡന്റ്. No. ഇത് ഞാൻ കണ്ടു. എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. 40-ന്റെ കാര്യത്തിൽ വരാൻ പറ്റിയത് വലിയ സന്തോഷം. അൺഎക്സ്പെക്ടഡും ആകസ്മികമായിട്ട് വന്നെങ്കിലും എക്സാം നടക്കാറുണ്ട്. പിന്നെ നടക്കാറുണ്ട്. അതിനു പുറമെ ഒരു 18 കോടിയുടെ ഒരു മെഡിസിൻ കേരളം ഒട്ടാകെ ചേർന്ന് കളക്ട് ചെയ്തൊരു കുട്ടിയില്ലേ, മുഹമ്മദ്, ആ കുട്ടി ഇവിടെയാ പഠിക്കുന്നത്. അതെ. ആ കുട്ടിയുടെ ഒരു പിന്നെ അംഗപരിമിതിയായ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അഫ്ര. റഹീമിന്റെ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്തായിരുന്നു. അതെ, ഒരു 10-44 കോടി തിരിച്ചില്ല. നമുക്ക് റോളുണ്ട്. കോടതി നീട്ടിക്കൊടുക്കുക. സാറ് അതില് സജീവമായോണ്ട് എല്ലാം സാറേ. ഇത് 24-ന്റെ 24 അത് സാധാരണ നമ്മളെപ്പോഴും വിശ്വാസി നല്ലതാണ്. സ്ഥാപനത്തിൽ ഏറ്റവും വേണ്ടതാണ്.
ആ വിശ്വാസം നിലനിർത്തുന്നോണ്ട് ആൾക്കാർ കുറച്ച് പൈസ കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതെ അതെ ആൾക്കാർ മടിക്കും. തീർച്ചയായും അത് വളരെ ശ്ലാഘനീയമാണ്. വിദ്യാഭ്യാസമാണ്. തീർച്ചയായും അതെ. 24 നമ്മള് സ്ഥാപനം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നു. സാറിന് മുന്നേ നടക്കുന്നുണ്ട്. ഭാര്യമാരെപ്പോഴും മുന്നേ നടക്കും, അറിയാത്തോണ്ടാവും. കല്യാണം കഴിച്ചില്ലല്ലോ? കഴിച്ചില്ല. അവർ തേങ്ങലതിലുണ്ടല്ലോ, അപ്പൊ കഴിക്കേണ്ടതുള്ള 24 നമ്മള് സ്ഥാപനത്തെ കുറിച്ച് പുറം ലോകത്ത് നല്ലതുപോലെ അറിയിക്കണം. നമ്മൾ ഈ സ്ഥാപനത്തിൽ വന്നു പോയാൽ പിന്നെ 4,000 സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. PG വരെ പ്ലസ് 2 വരെ കോഴ്സ് ഉണ്ട്. പിന്നെ PG വരെ താമസിച്ച് പഠിക്കാൻ കുട്ടികൾക്ക് സൗകര്യങ്ങളൊക്കെ ഉണ്ടോ? കണ്ടായിരുന്നു അല്ലേ? എല്ലാരും കണ്ടു. മർക്കസിലൊക്കെ പോയി. മർക്കസിൽ പോയി എല്ലായിടോ പോയി. പോയാലും ഹായ്. സ്വാഗതം സഹാർദ്ദവം SKL സാരഥ പുകയും ലഹരിക്കെതിരെ പടയൊരുക്കിടും സതീർത്ഥ്യരെ. സ്വാഗതം സഹാർദ്ദവം SKL സാരഥ പുകയും ലഹരിക്കെതിരെ പടയൊരുക്കിടും സതീർത്ഥ്യരെ. പുകഞ്ഞിടും യുവത്വമിൽ ഉണർവ് പാകിടാൻ പുലർന്നിടും സ്വസത്വ ബോധമുള്ള നാടിനായി. പുകഞ്ഞിടും യുവത്വമുള്ള പാകിടാൻ പുലർന്നിടും സ്വസത്വ ബോധമുള്ള നാടിനായി. വെടിയണം തടയണം ലഹരിയെ തുരുത്തണം പകന്നു പകന്നു തീരുമക്കൾക്കെന്നും കാവലാവണം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പകന്നു പകന്നു തീരുമക്കൾക്കെന്നും കാവലാകണം. ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം ലക്കുകെട്ട് ബോധമറ്റി വീഴും ജീവിതം. ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം ലക്കുകെട്ട് ബോധമറ്റി വീഴും ജീവിതം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പതന് പുകന് തീരുമക്കൾക്കെന്നും കാവലാകണം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പതന് പുകന് തീരുമക്കൾക്കെന്നും കാവലാകണം. ലഹരി തങ്കമ്പോളമായി മാറിയ വിദ്യാലയം ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം. ലഹരി തങ്കമ്പോളമായി മാറിയ വിദ്യാലയം ലക്ഷ്യബോധം നഷ്ടമായ മക്കളെ കലാലയം. എതിർക്കണം തകർക്കണം എതിർക്കണം തകർക്കണം ഒത്തുചേർന്ന് ലഹരിയെ തിരുത്തി എറിയണം. വിദ്യതനാഭാസമെ ആഭാസമാക്കി മാറ്റിയാൽ വീണുടന്ന ഭാവിയാണ് ഫലമതെന്നതോർക്കണം. വീണുടന്ന ഭാവിയാണ് ഫലമതെന്നതോർക്കണം. ഉറക്കം നടിക്കല്ലേ ഇനിയു വൈകിടല്ലേ. ഉറക്കം നടിക്കല്ലേ ഇനിയു വൈകിടല്ലേ. തിരുത്തണം തിരുത്തണം തിരുത്തണം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പതന്ന് പുകന് തീരുമക്കൾക്കെന്നും കാവലാകണം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പതന് പുകന് തീരുമക്കൾക്കെന്നും കാവലാകണം. നാദനേകിയുള്ള ധർമ്മസമരമാണ് ജീവിതം. 4 കാലിൽ വീണിഴന്ന് തീർത്തിടല്ല ഈ വിധം. നാദനേകിയുള്ള ധർമ്മസമരമാണ് ജീവിതം. 4 കാലിൽ വീണിഴന്ന് തീർത്തിടല്ല ഈ വിധം. ഒരുങ്ങണം ഇറങ്ങണം ഒരുങ്ങണം ഇറങ്ങണം ഓമന മക്കൾക്ക് കാവലായി മാറണം. ലഹരിയാൽ പതഞ്ഞ ചഷകങ്ങൾ തച്ചുടക്കണം. ലക്ഷ്യബോധമേകി മക്കൾക്കെന്നു വഴി കാട്ടണം. ലക്ഷ്യബോധമേകി മക്കൾക്കെന്നു വഴി കാട്ടണം. ഉറക്കം നടിക്കല്ലേ ഇനിയു വൈകിടല്ലേ. ഉറക്കം നടിക്കല്ലേ ഇനിയു വൈകിടല്ലേ. തിരുത്തണം തിരുത്തണം തിരുത്തണം. വെടിയണം തടയണം ലഹരിയെ തുരത്തണം പതന് പുകന് തീരുമക്കൾക്കെന്നും കാവലാകണം.
വെടിയണം തടയണം ലഹരിയെ തിരുത്തണം പതന് പുകഞ്ഞ തീരു മക്കൾക്കെന്നും കാവലാകണം ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം ലക്കുകെട്ടി ബോധമറ്റി വീഴും ജീവിതം ക്യാമ്പസിൽ മയക്കുമരുന്നിന്റെ താണ്ഡവം ലക്കുകെട്ടി ബോധമറ്റി വീഴും ജീവിതം വെടിയണം തടയണം ലഹരിയെ തിരുത്തണം പതന് പുകഞ്ഞ തീരു മക്കൾക്കെന്നും കാവലാകണം വെടിയണം തടയണം ലഹരിയെ തിരുത്തണം പതന് പുകഞ്ഞ തീരു മക്കൾക്കെന്നും കാവലാകണം എന്നും കാവലാവണം. സംസ്കാരത്തിന്റെ ഉറവിടമെന്ന നാമധേയത്താൽ 40 വർഷത്തിന്റെ ചരിത്രമുറങ്ങുന്ന അധ്യായങ്ങൾ രചിച്ചുകൊണ്ട് ഈ മഹത്തായ ക്യാമ്പസ് ലൈവായി സാമൂഹ്യ നിന്മകൾക്കെതിരെ നിരന്തരമായ പോരാട്ടങ്ങൾ തുടരുമ്പോൾ ഈ മഹത്തായ ആശയത്തെ മുൻനിർത്തിക്കൊണ്ട് കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും ഹൃദയം കീഴടക്കിയ മാധ്യമ സംസ്കാരത്തിന് പുത്തനുണർവും പുതിയ ചരിത്രവും പകുത്തു നൽകിയ അഭിമന്യരായ SKNന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അരുത് ലഹരി അരുത് അക്രമം എന്ന മഹത്തായ ശീർഷകത്തിൽ നടത്തിവരുന്ന കേരള യാത്രയുടെ ഭാഗമായി ചരിത്രമുറങ്ങുന്ന ഈ കടലോര മേഖലയിലേക്ക് വന്നപ്പോൾ കൃത്യമായി അദ്ദേഹത്തെ സ്വീകരിക്കാൻ കിട്ടിയ ഒരു അവസരം നാം ഉപയോഗപ്പെടുത്തിയതാണ്. അശരണരെയും ആലംബഹീനരെയും അനാഥരെയും ചേർത്തു പിടിച്ച് സാമൂഹ്യ തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോകുന്ന അഭിമന്യ ഗുരു സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ നേതൃത്വത്തിലെ വ്യത്യസ്തങ്ങളായ പ്രസ്ഥാനത്തിന്റെ കീഴിൽ നടന്നു വരുന്ന സ്ഥാപന സമുച്ചയങ്ങളാണ് മൻശൗത്ത് തസ്കിയ എന്നറിയപ്പെടുന്ന ഈ മഹത്തായ സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത്. വിവിധ ക്യാമ്പസുകളിലായി 4000-ഓളം വിദ്യാർത്ഥികൾ പഠിച്ചു വരുന്ന ഈ മഹത്തായ സ്ഥാപനത്തിൽ ലഹരിക്കെതിരെയുള്ള നിരന്തരമായ ഒരു പോരാട്ടം കാരണമായി തന്നെ ധൈര്യപൂർവ്വം ആളുകൾ ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥികളെ ചേർക്കാൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രമല്ല, സീറ്റ് കിട്ടാൻ വേണ്ടി വളരെയേറെ സാഹസപ്പെടുന്ന സാഹചര്യം കൂടിയുണ്ട്. ഓരോ വർഷവും നമുക്ക് കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത വിധം നല്ല അഡ്മിഷനുള്ള പ്രദേശത്ത് കേരളത്തിൽ തന്നെ നമ്മുടെ മുസ്ലിം മാനേജ്മെന്റിന്റെ കീഴിലുള്ള IAME വിദ്യാലയങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് നമ്മുടെ ഈ മഹത്തായ ക്യാമ്പസിലുള്ളത്. അതോടൊപ്പം തന്നെ ഇവിടെ ആത്മീയ വിദ്യാഭ്യാസം നൽകുന്ന, സമന്വയ വിദ്യാഭ്യാസം നൽകുന്ന ശരീഅത്ത് കോളേജ്, ദേവ കോളേജ് തുടങ്ങിയ വ്യത്യസ്തങ്ങളായ സ്ഥാപനങ്ങളിൽ ധാരാളം ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ മഹത്തായ ഈ സായാഹ്നത്തിൽ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ 24 എന്ന മഹത്തായ മാധ്യമ സ്ഥാപനത്തിന്റെ മേധാവി ബഹുമാനപ്പെട്ട SKN, അതുപോലെ തന്നെ വാർത്താ അവതാരകനും നമുക്കെല്ലാവർക്കും സുപരിചിതനായ താജ് ഹാഷ്മി ഇബ്രാഹിം, അതുപോലെ SKNന്റെ ഭാര്യ തുടങ്ങി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ ക്യാമ്പസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മഹത്തായ വേദിയിൽ നമ്മുടെ ഈ മഹത്തായ സ്ഥാപനത്തിന്റെ പ്രസിഡന്റും നമ്മുടെ എല്ലാവരുടെയും ആത്മീയ ഗുരുവുമായ ബഹുമാനപ്പെട്ട സയ്യിദ് തൊയ്യിബ് അൽ ബുഖാരി, അതുപോലെ തന്നെ സ്ഥാപനത്തിന്റെ പാട്രൻ നമ്മുടെ ഫൗണ്ടറുടെ മകന് കൂടിയായ സയ്യിദ് ജുനൈദുൽ ബുഖാരി, സയ്യിദ് ബിസുൽ ഹാഫി, അതുപോലെ നമ്മുടെ കൾച്ചറൽ സമിതിയുടെ ചെയർമാൻ സയ്യിദ് ഹൈദ്രോസ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പ്രജിത് കണ്ണൻ തുടങ്ങിയ മാധ്യമത്തിന്റെ എല്ലാ അംഗങ്ങളെയും കുടുംബാംഗങ്ങളെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം നമ്മുടെ ഈ മാട്ടൂലിനെ സംബന്ധിച്ചിടത്തോളം 25,000-ലധികം കുടുംബങ്ങൾ താമസിച്ചു വരുന്ന ഈ മഹത്തായ ജനസാന്ദ്രത കൂടിയ ഈ പ്രദേശത്ത് എനിക്ക് തോന്നുന്ന മിക്ക വീടുകളിലും അധിക ആളുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ചാനൽ എന്ന് വെച്ചാൽ അത് 24 ആയിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മുന്നിലിരിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ 24 ആസ്വദിച്ച് അനുഭവിക്കുന്നവരും
കേൾക്കുന്നവരുമാണ്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇവരുടെ ഒരു ആവേശമുണർത്തുന്ന സംപ്രേഷണങ്ങൾ എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് അത് കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. ഈ മഹത്തായ യത്നം അത് SKN തുടങ്ങിയത് ഒരു നല്ല സമയത്താണ് എന്ന് തങ്ങളടക്കം എല്ലാവരും സാക്ഷ്യപ്പെടുത്തിയ സ്ഥിതിക്ക് ഈ യജ്ഞത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നതോടൊപ്പം 20-ാം തീയതി കോഴിക്കോട് കടപ്പുറത്ത് നടക്കുന്ന സമാപന പരിപാടികൾക്ക് ഹൃദയംഗമമായ എല്ലാ ആശംസകളും നേരുന്നതോടൊപ്പം പരമാവധി ആളുകൾ ആ സമാപന ചടങ്ങിലേക്ക് എത്തിച്ചേരണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രസിഡന്റ് സയ്യിദ് തൊയ്യിബുൽ ബുഖാരി തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അഭിനന്ദനായ SKN സഹപ്രവർത്തകർ, സന്നിഹിതരായ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആൻ ശക്തമായി പ്രഖ്യാപിക്കുന്നു. ദൈവഭക്തിയും അതേപോലെ തന്നെ പരസ്പരം മാനുഷികമായ സഹായ സഹകരണം ഒരു വിശ്വാസി നിർബന്ധമായും ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സഹകരിക്കണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാർ, ലഹരി പദാർത്ഥങ്ങൾ സമ്പൂർണമായും നിരോധിച്ചു എന്ന് മാത്രമല്ല, അന്ത്യപ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുരുങ്ങിയ കാല പ്രവർത്തനങ്ങളെ കൊണ്ട് ലഹരി ഒഴുകി അത് വലിയ ഊവുചാലുകളായി മാറിയെന്ന് ചരിത്രം സാക്ഷ്യം വഹിക്കുമ്പോൾ നിയമത്തിന്റെ പരിപാടികളെ കൊണ്ടല്ല, ആദർശബോധത്തിന്റെയും ധർമ്മബോധവും കള്ളിലും പെണ്ണിന്റെയും കഞ്ചാവിന്റെയും അടിമകളായ നൂറ്റാണ്ടുകളുടെ അടിമയായ ഒരു സമൂഹത്തിന്റെ കേവലം ദിനരാത്രികൾ ഈ കള്ളിനെ സംബന്ധിച്ചിട്ടും അതേപോലെ തന്നെ അനാശ്വാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും ധർമ്മബോധത്തിനോടുകൂടി അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് ദിവ്യബോധന പ്രകാരം പ്രവാചകന്റെ പ്രബോധനം കൊണ്ട് ഈ ലഹര പദാർത്ഥങ്ങൾ ഒഴുകിയ ഓവുചാലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ ബഹുമാനപ്പെട്ട SKNോട് പറഞ്ഞു, കേവലം നിയമത്തിന്റെ വഴികളെ കൊണ്ടല്ല, മറിച്ച് ധർമ്മബോധം കൊണ്ട് ഈ രാജ്യത്തെ ശുദ്ധീകരിച്ചിട്ടില്ല എങ്കിൽ ഇവിടെ ജാതി മതഭേദമെന്നെ മുഴുവനും ലഹരികൾ കടിമപ്പെട്ട് മനുഷ്യത്വം നഷ്ടപ്പെടുന്ന ഒരു ഭയാനകമായ അവസ്ഥയിലേക്കും എത്തിച്ചേരുക. അതിനുവേണ്ടി സാമൂഹ്യ പ്രവർത്തനത്തിനെത്തിയ SKNന്റെ പ്രവർത്തനത്തിന് എല്ലാവിധ ഭാവുകളും നേരുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം നാഥൻ സ്വീകരിക്കുമാറാവട്ടെ. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ. അസ്സലാമു അലൈക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. വേദിയിലുള്ള പ്രമുഖരെ, പ്രിയമുള്ള കുട്ടികളെ, ഇതിന്റെ മാനേജ്മെന്റിലെ എല്ലാവർക്കും ആശംസകൾ. നമുക്കിപ്പോൾ നമ്മൾ ചെല്ലാൻ ഉള്ള സ്ഥലത്ത് നിന്ന് വിളികളോട് വിളികൾ വരുന്നു. മാത്രമല്ല അവിടെ അടികരച്ചൽ നടക്കുമെന്ന് സംശയം. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാം, ആഷ്മി താജ് ഇബ്രാഹിമിനെ അങ്ങോട്ട് അയച്ച് ഒരു സിറ്റുവേഷൻ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടി അതേ 2 വാക്ക് പറഞ്ഞിട്ട് ഞാൻ സംസാരിക്കാം. അപ്പൊ ആഷ്മി ചെന്നാൽ ചിലപ്പം ക്രമസമാധാന പ്രശ്നം മാറി നിൽക്കും. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ കഴിഞ്ഞ 16-ാം തീയതി യാത്ര തുടങ്ങിയതാണ്. ഇതിനോടകം തന്നെ ഈ യാത്രാ ലക്ഷ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാവണം, ബോധ്യമുള്ളതാവണം. അങ്ങേയറ്റം ഒരു കെട്ടകാലത്ത്, അങ്ങേയറ്റം ഭീതിതമായ സാഹചര്യത്തിൽ കൂട്ടക്കൊലകളും കൊലപാതകങ്ങളും ചോരയൊഴുക്കും അതിന്റെ പിന്നിലൊക്കെ ചാലകശക്തിയായി ഈ പറയുന്ന മയക്കുമരുന്ന് കേവലം പറഞ്ഞാൽ പോരാ, കൃത്യമായി ലഹരി എന്ന് പറഞ്ഞാൽ പോരാ, രാസലഹരി എന്ന് തന്നെ പറയണം. അത് കെമിക്കലാണ്, ജീവിതത്തെ മുച്ചൂട് മുടിക്കുന്നതാണ്. അങ്ങനെ ആ വാർത്തകൾ കണ്ട് മടുത്ത്, രക്തം മറയ്ക്കുന്ന ഒരുപാട് വാർത്തകൾ കണ്ട് മടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് SKN എന്ന് പറയുന്ന മാധ്യമപ്രവർത്തന ജീവിതത്തിന് 40 വർഷങ്ങൾ ആഘോഷമാക്കാതെ ഒരു സന്ദേശയാത്രയായി നമ്മൾ ഇറങ്ങിയത്. ഇന്നിപ്പോൾ ഇനി ഒറ്റ ജില്ല മാത്രമേ പൂർത്തിയാകാൻ ബാക്കിയുള്ളൂ, കാസർഗോഡ്. നമ്മൾ വാർത്താമുറിയിൽ നിന്ന് കണ്ടതോ കേട്ടതോ ഒന്നുമല്ല. ഗ്രൗണ്ടിൽ അതിനേക്കാൾ കൂടുതൽ ഭീകരമാണ് സാഹചര്യങ്ങൾ. നമ്മൾ സഞ്ചരിച്ച ഒറ്റ പഞ്ചായത്തിൽ പോലും MDMA സുലഭമായി കിട്ടാത്ത ഒരു പഞ്ചായത്ത് പോലും ഇല്ല എന്നത് ഞെട്ടലാണ്. 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ലഹരിക്കടിമയാണ് ആലത്തൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞെട്ടലാണ്. വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ കഴിയുന്നില്ല, ആൺമക്കളെ പേടിയാണ്, അവനെന്നെ അമ്മയെ പോലെയല്ല കാണുന്നത് എന്ന് പറഞ്ഞ അമ്മമാരുടെ വാക്കുകൾ, നേർക്കുന്ന വാക്കുകൾ വലിയ ഞെട്ടലും നീറ്റലുമാണ്. അപ്പൊ ആ കാലത്ത് ഒരു കണ്ണു തുറപ്പിക്കാനാവുമെങ്കിൽ കണ്ണു തുറപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് യാത്ര. കോഴിക്കോട് കടപ്പുറത്ത് മറ്റന്നാൾ ഈ യാത്ര സമാപിക്കാൻ പോകുന്നു. ആ യാത്രാ സമാപനത്തോടെ ഈ രാസലഹരി കേരളത്തിൽ നില്ലാതാകും എന്ന് ഞങ്ങൾക്ക് അവകാശപ്പെടുന്നില്ല. പക്ഷേ എവിടോ ഇരുന്നു കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഊറ്റിയെടുത്ത് തിന്ന് തിടം വെക്കുന്ന ഒരു കാട്ടൽ നേതാക്കളെ, അവരുടെ സാമ്രാജ്യങ്ങളെ, കോട്ടകൊത്തങ്ങളെ ഇളക്കം വരുത്താൻ കഴിയും ആ മനുഷ്യ മഹാസാഗരത്തിന് എന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. അപ്പൊ നിങ്ങളെ അങ്ങോട്ടേക്ക് ആ 20-ാം തീയതി ആ സമാപന സമ്മേളനത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും മുഖം
ഞാനവിടെ പ്രതീക്ഷിക്കുന്നു, ഞങ്ങളവിടെ പ്രതീക്ഷിക്കുന്നു. ആ ശാസ്ത്രായോഗത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ അവസാന MDMA-കാരനും കേരളം വിട്ടു പോകണം എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ പോകുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, എന്തായാലും നമ്മൾ പ്രളയത്തെ അതിജീവിച്ചവരാണ്, കോവിഡ് കാലത്തെ അതിജീവിച്ചവരാണ്, നിപ്പയെ അതിജീവിച്ചവരാണ്. അതുപോലെ ഈ ദുരന്തകാലത്തെ അതിജീവിക്കുമെന്ന പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ നിർത്തുകയാണ്. ബാക്ക് ടു എസ്കേപ്പ്. താങ്ക് യു. നന്ദി ഹാഷ്മി താജ് ഇബ്രാഹിം. കാശ്മീർ നമ്മൾ വിജയകരമായിട്ട് യാത്രയാക്കുന്നു. അവിടെ പോയി നിയന്ത്രണം കയ്യിലെടുക്കുക അല്ലേ? പ്രിയമുള്ളവരെ, നമ്മള് ഏറ്റവും സങ്കടകരമായ ഒരു നമ്മളെ പ്രജിൻസി കണ്ണൻ കൂടെ ഒരാൾക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്നതാണ് നമ്മൾ ആൾക്കാർ പറയുന്നത്. അതുകൊണ്ട് പ്രജിനും കൂടെ ആശു വല്ല ഇടിയും കിട്ടിയ ഇടിക്ക് പിന്തുണ നൽകാൻ ഒരാൾ വേണ്ടേ? ഓടാൻ നന്നായി പഠിച്ചിട്ടുണ്ട് ആശു. ഓക്കെ, അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ നടുക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, വെഞ്ഞാറമൂട് അബ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരേ ചുറ്റിക കൊണ്ട് 6 പേരെ തിരുതെറ്റിക്കിടിച്ച് കൊലപ്പെടുത്തി. അതിൽ 5 പേര് മരിച്ചു. അവന്റെ ഉമ്മ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു. ആ ഉമ്മയോട് നേരിട്ട് സംസാരിച്ച ആളാണ് ഞാൻ. അവൻ പറയുന്നു 25 ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നു, ഓൺലൈൻ തട്ടിപ്പിന് അവൻ വിധേയമായി, കുറെ കാര്യങ്ങൾ പറയുന്നു. എനിക്കതൊന്നും വിശ്വാസയോഗ്യമായി തോന്നുന്നില്ല. കാരണം സ്വന്തം അനിയന്റെയും സ്വന്തം കാമുകിയുടെയും സ്വന്തം ഉമ്മയുടെയും തിരുനെറ്റിയിലേക്ക് ഈ കടുത്ത ചുറ്റികയെടുത്ത് അടിച്ച് രക്തം ചീറ്റുമ്പോഴും വളരെ ചെറു ചിരിയോടെ പോയി നന്നായി കുളിച്ച് നല്ല തേച്ച് വെച്ച ഷർട്ടൊക്കെ എടുത്തിട്ട് ബോൺസ് പൗഡറും ഒക്കെ അടിച്ച് അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി ഗുഡ് മോർണിംഗ് സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ 6 പേരെ കൊന്നിച്ചു വരിക, നിങ്ങൾ വേണമെങ്കിൽ അന്വേഷിച്ചു സംഭവം കറക്റ്റാ എന്നൊക്കെ പറയുന്ന ഒരുവനെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. ഈ രാസലഹരിയുടെ കുഴപ്പം അത് കെമിക്കൽ സാധനമായതുകൊണ്ട് തന്നെ ഈ രാസലഹരി ഉള്ളിൽ പടർന്നാൽ കൺമുന്നിൽ പിന്നെ ഒരു സംഘം ആൾക്കാരേ ഉള്ളൂ, ശത്രുക്കൾ. അവരെ കൊലപ്പെടുത്തുന്നതിലേക്ക് ഒരു പ്രത്യേക പ്രണയം തന്നെ ഉണ്ടാകും ഈ രോഗിക്ക്. നിങ്ങൾ കാണുന്നത് പോലെ ചിലർക്കൊക്കെ അറിയാം, ശാസ്ത്രം പഠിച്ചവർക്കൊക്കെ അറിയാം, അത്ര സ്വകാര്യമായി സൂക്ഷിക്കേണ്ട കാര്യമല്ല അത്. കാരണം ഒരു സ്കൂൾ കുട്ടി വരാന്തയിലൊക്കെ അപരിചിതൻ വന്ന് ഈ കൂൾ മിഠായി അല്ലെങ്കിൽ ചോക്ലേറ്റ് മിഠായി ഇതിലൊക്കെ ചെറിയ ചെറിയ ഡോസ് കുറച്ച് ചില ലഹരി കൊടുത്ത് അതിൽ അഡിക്റ്റ് ആക്കിക്കൊണ്ട് വലിയ രീതിയിൽ വലിയ ലഹരിയിലേക്ക് മാറ്റി അവസാനം ഈ MDMA പോലെ, അതല്ലെങ്കിൽ ഹൈബ്രിഡ് കഞ്ചാവ് പോലെ, അല്ലെങ്കിൽ കൊക്കൈൻ പോലെ, ബ്രൗൺ ഷുഗർ പോലെ, LSD പോലെ നമ്മുടെ നാട്ടിൽ ഈ കിട്ടാത്ത ലഹരികളൊന്നും ഇല്ല കേട്ടോ. അപ്പൊ ഈ ലഹരികളിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഈ പറയുന്ന MDMA അല്ലെങ്കിൽ മറ്റൊരു രാസലഹരി കഴിക്കുന്ന ആൾ മനോരോഗിയായിട്ട് മാറും. ഒരുപക്ഷെ നമ്മൾ സാധാരണ ഭ്രാന്തി പിടിച്ചു കഴിഞ്ഞാൽ ഒരാളിൽ ഉണ്ടാകുന്ന ശാരീരികവും മാനസികവുമായ മാറ്റം എന്താണോ അതിനേക്കാൾ വളരെ വളരെ മോശമായിട്ടുള്ള നിലപാടായിരിക്കും. മാത്രമല്ല, വിദഗ്ധരായ ഡോക്ടേഴ്സ് പറയുന്നു 7 കൊല്ലം പരമാവധി നിൽക്കും, ആയുസ് അതോടെ ഒടുങ്ങിക്കിട്ടും, 7 കൊല്ലം കഴിഞ്ഞാൽ മരിച്ചു പോകും. അതുപോലെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പെട്ടെന്ന് കാർഡിയക് അറസ്റ്റ് വരും എന്ന് പറയുന്നു. കൊച്ചിയിലെ ലിസി ആശുപത്രിയിലെ ഡോക്ടർ ജോ ജോസഫ് അദ്ദേഹം സാക്ഷ്യപ്പെടുന്നത് ഇത്തരം ചില കേസുകൾ അവിടെ വന്നു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ആശുപത്രിയിൽ പോവുക, വളരെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു ശാരീരിക വ്യത്യാസമാണ് ആളുകളിൽ ഉണ്ടാക്കുക. പല്ലുകൾ പൊടിഞ്ഞു തുടങ്ങും, കണ്ണുകൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് തുടങ്ങും, ഷേപ്പ് തെറ്റി തുടങ്ങും, ഒട്ടി വലിഞ്ഞ് നമ്മളെന്തോ കോലം കെട്ട ഒരുവനായി പെട്ടെന്ന് മാറും. ഒരാൾ ഇതിൽ അഡിക്റ്റായി പോയി കഴിഞ്ഞാൽ അയാളെ തിരിച്ച് ഒരു സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതും അത്ര എളുപ്പമുള്ള കാര്യമല്ല. നമ്മൾ കരുതുന്നത് പോലെ ക്ലിപ്പിട്ട് അടച്ചു കളയാം. ഒരുവൻ MDMA കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറും. നിങ്ങൾക്കറിയാം, താമരശ്ശേരിയിൽ പോലീസുകാരനെ കണ്ട് ഭയന്നൊരു MDMA-കാരൻ MDMA-യുടെ കവർ വിഴുങ്ങിയപ്പോൾ ആമാശയത്തിൽ കിടന്നത് പൊട്ടി അയാൾ മരിച്ചുപോയി. അതുപോലെ നമ്മുടെ നാട്ടിൽ എത്രയോ അമ്മമാർ കൊല ചെയ്യപ്പെട്ടു. ഉമ്മമാർക്ക് കിടന്നുറങ്ങാൻ പറ്റുമോ? മാത്രമല്ല, വീട്ടിനുള്ളിൽ കിടന്നുറങ്ങുന്ന, അടുത്ത മുറിയിൽ കിടന്നുറങ്ങുന്ന 12കാരൻ കൊലക്കത്തിയുമായി ഉമ്മയുടെ മുറിയുടെ വാതിൽ ചവിട്ടി പൊളിച്ച് അകത്ത് കയറി പള്ളയ്ക്ക് കത്തി കയറ്റില്ല എന്ന് ഉമ്മയ്ക്ക് എങ്ങനെ വിശ്വസിക്കാൻ കഴിയും? നമ്മുടെ നാട്ടിലെ സ്ഥിതി വളരെ അപകടകരമാണ്. ഞാൻ ഒരു കാര്യം തുറന്ന് സമ്മതിക്കാം, നമ്മൾ ഒരുപാട് താമസിച്ചുപോയി. ഒരുപാടെന്ന് വെച്ചാൽ ഒരുപാട് താമസിച്ചുപോയി. നമുക്ക് ശരിക്കും ചിലപ്പോൾ ഈ ഉറവിടങ്ങളൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ കർണാടക സംസ്ഥാനം പോലെയുള്ള സ്ഥലങ്ങൾ ഇതിന്റെ കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നമ്മുടെ കടത്തീരങ്ങൾ വഴി വരുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ട്രെയിൻ വഴിയും കൊറിയർ വഴിയും ബസ് വഴിയും ഒക്കെ തന്നെ ആളുകൾ ഈ MDMA കടത്തിക്കൊണ്ട് വരിക. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, നമ്മുടെ നഖത്തിന്റെ അടിയിൽ വെക്കാൻ പറ്റുന്ന MDMA പോലും ലഹരി ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ അത്ര മാരകമാണ് ഈ സാധനം. ഇതൊരു പാഷാണമാണ്. മാത്രമല്ല, ഞങ്ങള്
ബാവലി പള്ളിക്ക് സമീപം വെച്ച് നമ്മൾ ഈ വയനാട്ടിൽ ഒരു MDMA വിൽപ്പനക്കാരനെ കണ്ടു. അപ്പൊ MDMA വിൽപ്പനക്കാരൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ? 1 മണിക്കൂർ ഒന്ന് വെയിറ്റ് ചെയ്ത സാധനം ഞാനിപ്പോ എത്തിച്ചേരാന്നാ പറയുന്നത്. കാര്യം അത്ര അടുത്ത് കർണാടകത്തിന്റെ ബോർഡറിലുള്ള ഒരു പാലമാണ് ഈ കർണാടകത്തെയും കേരളത്തെയും വേർതിരിക്കുന്നത്. അവിടെ ലഭ്യമാണ്. കാട്ടിലെ ഊടുവഴികൾ വഴി കാട്ടിലെ മൃഗങ്ങൾ പോലും ചെയ്യാത്ത ക്രൂര വിനോദവുമായി ഒരുവൻ പണമുണ്ടാക്കണം എന്ന പേരിൽ നമ്മുടെ നാട്ടിൽ കുരുന്നുകളെ കൊല ചെയ്യുക. നമുക്കറിയേണ്ട ഒരു കാര്യം, നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുറെ ആളുകൾക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം നമ്മുടെ നാട്ടിലെ ഒരു തലമുറയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നവനാണ് ഏറ്റവും പ്രായം കുറഞ്ഞ MDMA രോഗി എന്നായിരുന്നു ഞങ്ങൾ വിശ്വസിച്ചത്. എന്നാൽ ദേശീയ തലത്തിൽ അംഗീകാരം നേടി താലൂത്തൂർ പോലീസ് സ്റ്റേഷനിലെ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ SHO സാക്ഷ്യപ്പെടുത്തുന്നു, അവിടെ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നവൻ MDMAക്ക് അഡിക്റ്റായി വന്നിട്ടുണ്ട് എന്ന്. അപ്പൊ നിങ്ങൾ നോക്കുക, 4ാം ക്ലാസ്സിന് 9 വയസ്സേ ഉള്ളൂ. അപ്പൊ കുട്ടികൾക്ക് ഈ MDMA പോലും എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന പ്രായത്തിലല്ല അവരിതിന്റെ രോഗിയാകുന്നത്. ഇതൊരു മനോരോഗം പോലെ നമുക്ക് കാണാൻ കഴിയില്ല. നമ്മൾ തന്നെ ക്ഷണിച്ചു വരുത്തുന്നു. മനോരോഗം നമ്മളറിയാതെ ഒരു ശരീരത്തിലെ ജീൻ ഫാക്ടറിയോട് പ്രവർത്തിക്കുന്ന നമ്മുടെ കുറ്റത്തിനപ്പുറമാണത്. രോഗം ഒരു കുറ്റമല്ല, നമുക്കറിയാം. പക്ഷെ ഇത് മനഃപൂർവ്വം ക്ഷണിച്ചു വരുത്തുന്ന അപകടമാണ്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി കുട്ടികൾ ഇതിന് അഡിക്റ്റ് ആവുന്ന ഒരു കാലത്തോളം നമ്മൾ കാത്തിരുന്നു. പക്ഷെ നമ്മൾ പ്രതീക്ഷ നഷ്ടപ്പെടുത്തിക്കൂടാ. ഇതിനകം നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, 600 കേസുകൾ പോലീസ് എടുത്തപ്പോൾ അതിൽ 30% കേസുകളിൽ ഉൾപ്പെട്ടത് പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. 17% അതിൽ പെൺകുട്ടികളാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഒരു കോളേജിൽ ഇങ്ങനെ ഈ മയക്കുമരുന്നിനെതിരായി എന്റെ പ്രഭാഷണം നടക്കുമ്പോൾ എന്റെ തൊട്ടടുത്തിരുന്ന കോളേജിന്റെ പ്രിൻസിപ്പൽ പറയുകയാണ്, അങ്ങേക്ക് നേരെ നിൽക്കുന്ന 17 പേരും MDMA അഡിക്റ്റുകളാണ്. അതുകൊണ്ടാണ് അവർ ഹാളിനുള്ളിൽ കടന്നിരിക്കാത്തത്. എന്റെ ഗിരിപ്രഭാഷണം അവർക്ക് കേൾക്കണ്ട. അതിൽ ഞാൻ നോക്കിയപ്പോൾ 6 പെൺകുട്ടികളും ഉണ്ട് എന്നുള്ളത് എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു. ഒരു ലേഡിയാണ്. അവർ പറഞ്ഞത്, അവർ കണ്ണ് നിറഞ്ഞാണ് അത് പറഞ്ഞത്. ഒരു അമ്മയുടെ മാനസിക അവസ്ഥയിൽ നിന്നാണ് അവരെന്നോട് സംസാരിച്ചത്. അവർ പറഞ്ഞത്, അതിലേറ്റവും ഉയരമുള്ള ആ കുട്ടി ഒരു ക്ലാസ്സിലിരിക്കുമ്പോൾ 20 മിനിറ്റിൽ കൂടുതൽ അവർക്ക് ആ ക്ലാസ്സിലിരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ലഹരി പതയ്ക്കാനുള്ള ആവേശം കൊണ്ട് അവർ ക്ലാസ് മുറിയിൽ നിന്ന് പുറത്തേക്ക് പോകും. ഏതോ കാട്ടിൽ ചെന്ന് നിന്ന് ആ കോളേജിന്റെ ഉള്ളിൽ തന്നെ ഏതോ ഒരു കാടൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലത്ത് പോയി കൂട്ടുകാരും ഒപ്പം നിന്ന് ഇത് കഴിച്ചിട്ട് വീണ്ടും ക്ലാസ് മുറിയിലേക്ക് മടങ്ങി വരും. അടുത്ത 20 മിനിറ്റ് ആകുമ്പോൾ അവിടെ അടുത്ത ഊഴമായി വീണ്ടും അവിടെ പുറത്തേക്ക് പോവുക. എത്ര പ്രതീക്ഷയോടെ ആയിരിക്കണം ഡിഗ്രിക്കാണ് ആ കുട്ടി പഠിക്കുന്നത്. എത്ര പ്രതീക്ഷയോടെ ആയിരിക്കും ആ മാതാപിതാക്കളെ കുട്ടിയെ സ്കൂളിലും കോളേജിലും അയച്ചിരിക്കുക. വഴിക്കണ്ണുമായി കാത്തിരിക്കുന്ന ഒരു ഉമ്മയ്ക്കോ ഒരമ്മയ്ക്കോ ഒരപ്പച്ചനോ നിതാന്തമായ ഭീഷണിയായി ഉയരുന്ന രാസലഹരി ഇവരുടെ ഉറക്കം കെടുത്തുന്നു. എനിക്ക് നിങ്ങളുടെ ഒരു അഭ്യർത്ഥന, കുറച്ചു കാലം നമ്മളിനി ഉറങ്ങണ്ട. നമ്മളിനി ഉറങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിതാന്തമായി നമ്മൾ ഉറക്കമുളച്ചിരിക്കേണ്ടി വരും. അത്ര കൂടുതൽ അപകടം പിടിച്ചൊരു നാടായി കേരളം മാറി. ഹിന്ദു പത്രത്തിൽ 8 കോളം വരുന്നൊരു ടൈറ്റിൽ ഇടയ്ക്ക് വന്നു. നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, കേരള ദ ഡ്രഗ് ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ. ഇത് വായിക്കുന്ന ഒരു വിദേശ സഞ്ചാരി നമ്മുടെ നാടിനെ കുറിച്ച് എങ്ങനെയാണ് മനസ്സിലാക്കുക? ടൂറിസം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാണെന്ന് നിങ്ങൾക്കറിയാം. ഏതെങ്കിലും ഒരു വിദേശ സാൻ ഫ്രാൻസിസ്കോയിലോ അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തോ കേരളത്തിലേക്ക് യാത്ര ചെയ്യാൻ തയ്യാറായിരിക്കുന്ന സഞ്ചാരി ഗൂഗിളിൽ അടിച്ചു നോക്കുമ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടികൾ പോലും ഈ കെമിക്കൽ ലഹരികൾ ഉപയോഗിക്കുന്ന സംസ്ഥാനമാണ് ഈ കൊച്ചു കേരളം എന്ന് വരുന്നത് നമുക്കെന്ത് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ നീട്ടുന്നില്ല, കാര്യം മറ്റൊരാളുടെ അടിയുണ്ടാക്കി കഴിഞ്ഞു എന്നുള്ളതുകൊണ്ടാണ്. അവർ വിചാരിക്കും ഞങ്ങൾ മുന്നേ ബുക്ക് ചെയ്തു പിന്നെ ബുക്ക് ചെയ്തു കാണുന്നതോടെ പ്രാധാന്യം. മലയാളി വലിയ അവകാശബോധമുള്ളവനാണ്, ചില്ലറക്കാരനല്ല കേട്ടോ. നമ്മൾ ബസ്സിൽ കയറി തന്നെ കണ്ടക്ടർ ഇങ്ങനെ നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ നിൽക്കും എന്ന് പറയുന്നവർ. കാര്യം ബസ്സിൽ കയറി ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് കയറി നിൽക്കുന്നവനാണ്, ഇയാൾ പറയുമ്പോൾ നീങ്ങാൻ നിൽക്കുന്നവനല്ല എന്ന് പറയുന്നവനാണ് മലയാളി. അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ട്. കാരണം ഈ യാത്രയിൽ ഈ 13 ജില്ലകളിൽ നമ്മൾ നടത്തിയ യാത്രയിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലായത്. നമ്മൾ 3% വിചാരിച്ചതെങ്കിൽ 300% ഇതിന്റെ വ്യാപനം എന്ന് നിങ്ങൾ അറിയുക. ഈ പരിപാടി തിരുവനന്തപുരത്ത് ഫ്ലാഗ് ഓഫ് ചെയ്തത് 150 അമ്മമാരാണ്. അതായത് കൺമുന്നിൽ കുട്ടികൾ മരിച്ചു പോവുകയും അവരുടെ ശവം സ്വന്തം മടിയിൽ വെച്ച് എന്തിനീ ജന്മമെന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ കുറെ അമ്മമാരാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്തത്. നിങ്ങൾക്കറിയാം, പെറ്റ തള്ള ജീവിച്ചിരിക്കെ കുഞ്ഞു മരിച്ചുപോയാൽ ആ അമ്മയുടെ ദുഃഖത്തിന്റെ ആധിക്യം എന്താണ് എന്ന് ഞാൻ പറഞ്ഞു തരേണ്ട. കുട്ടികൾ 1 or 2 കുട്ടികൾ മാത്രമുള്ള ഒരു അണുകുടുംബ സംവിധാനം പ്രാബല്യത്തിൽ വന്ന കേരളത്തിൽ കുട്ടികളുടെ കാര്യത്തിൽ വലിയ ഉത്കണ്ഠയാണ്. അമ്മമാരുടെ കണ്ണുനീർ തോരാത്ത അവസ്ഥയായി. ഉമ്മമാർക്ക് വീട്ടിൽ സ്വസ്ഥമായി ഇരിക്കാൻ പറ്റില്ല.
ഈ ഉമ്മമാരുടെയൊന്നും കണ്ണുനീർ നമ്മുടെ ഭൂമിയിൽ വീഴാൻ പാടില്ല. നമ്മളിനി ഒരല്പം സാന്ത്വനപ്പെട്ടൊക്കെ നമുക്ക് നോക്കാം, വരുന്നത് വെച്ച് കാണാം. മലയാളിയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, ആ സ്റ്റൈലിൽ നമ്മൾ ഇരുന്നാൽ, നമ്മൾ ഇനി ഉറങ്ങാൻ തന്നെ തയ്യാറായാൽ നമുക്ക് ഇതിനെ ഉറങ്ങേണ്ടി വരില്ല. നമ്മുടെ കുട്ടികൾ തന്നെ നിങ്ങൾക്കറിയുന്നത് പോലെ ജീവിതത്തിന്റെ ഏണിപ്പടികൾ കയറി 90 കൊല്ലമൊക്കെ ജീവിച്ചിരിക്കേണ്ട കുട്ടികൾ 7-ാം കൊല്ലം കൊണ്ട് മരിച്ച് കവറടങ്ങും എന്നുള്ളത് നിങ്ങൾ ഓർത്തു വയ്ക്കുക. അതുകൊണ്ടാണ് ശരിക്കും AC മുറിയിൽ ഇന്ന് വാർത്ത വായിക്കുന്നതൊക്കെ നല്ല സുഖമാണ്. 10-18 മണിക്കൂറൊക്കെ ഈ ടെലിവിഷൻ സ്റ്റുഡിയോയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് ഞാൻ. 18 മണിക്കൂർ ജോലി ചെയ്താലും നമുക്ക് വലിയ ക്ഷീണം അനുഭവപ്പെടാത്തതിന്റെ കാര്യം AC കത്തി നിൽക്കുകയാണ്. ഇപ്പൊ സൂര്യൻ 40 ഡിഗ്രി കത്തി നിൽക്കുക. എന്റെ നായനെ പരിപാടി അവസാനിപ്പിച്ചത് എന്ന രീതി. പക്ഷെ ഞാൻ തീരുമാനിച്ചൊരു കാര്യം, 3-4 ജില്ലകൾ കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ആവേശം, എന്നിൽ ആരോ അങ്ങോട്ട് കടന്നു കയറിയതുപോലെ എനിക്കൊരു തോന്നലാണ്. കാര്യം എന്തോ ഒരു ഓറ രൂപപ്പെടുക എന്നൊക്കെ ചില ആൾക്കാർ പറയില്ലേ. ഞാൻ ഓറയിൽ വിശ്വസിക്കുന്ന ആളല്ല, എന്നാലും ഉള്ളിന്റെ ഉള്ളിൽ ആരോ ഇരുന്ന് പറയുന്നു, 40 കൊല്ലം പൂർത്തിയാക്കുന്നതിനേക്കാളും വലിയ ഒരു സാമൂഹിക ഉത്തരവാദിത്വം നിനക്കുണ്ട്, നീ യാത്ര ചെയ്യുക. ആ യാത്ര ഞാൻ തുടരുന്നു. എന്റെ കൂടെ ഒരു 60 അംഗ സംഘം കൂടി സഞ്ചരിക്കുന്നു. നിങ്ങൾക്കറിയുന്ന പോലെ 24 ഓൺ മൊബൈൽ 24 ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഇറങ്ങിയിരിക്കുക. അപ്പൊ നമ്മളൊരു പക്ഷേ കോഴിക്കോട് എത്തുമ്പോൾ നിങ്ങളെ എല്ലാവരും ഞാൻ അങ്ങോട്ട് ക്ഷണിക്കുക. നമുക്ക് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ ആ കടപ്പുറത്ത് വരണം. കാരണം എന്താണെന്നറിയാമോ, ഇതിന്റെ അന്തർദേശീയ ശൃംഖല നിങ്ങൾക്കറിയാം. താൻസാനിയ പോലെ രാജ്യങ്ങളിൽ ഇരുന്ന് ഒരുപാട് നെറികെട്ട വിദേശ നാടുകളിലുള്ള ആളുകൾ നമ്മുടെ നാട്ടിലെ കുട്ടികളുടെ സ്വാസ്ഥ്യം കെടുത്തുവാനും അവരുടെ ചൈതന്യം നശിപ്പിക്കുവാനും അവരുടെ ഊർജം വേരോടെ പിഴുതെറിയാനും ഈ സാധനം ഇങ്ങോട്ട് വിടുക. അവരുടെ ലക്ഷ്യം പണം മാത്രമാണ്. അപ്പോ നമുക്ക് താൻസാനിയയിൽ പോയിട്ട് ബോംബിടാനൊന്നും പറ്റില്ല. എന്നാൽ ഈ താൻസാനിയക്കാരുമായി ബന്ധം വയ്ക്കുന്ന കുറച്ചധികം മലയാളികൾ നമ്മുടെ നാട്ടിലുണ്ട്. 10,000-40,000 രൂപയെ ചെലവഴിച്ചാൽ 4 ലക്ഷം രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ലാഭകരമായ വ്യവസ്ഥ ഇതിലുണ്ട് എന്നതുകൊണ്ട് നമ്മുടെ കുരുന്നുകളെ ചൂഷണം ചെയ്ത് നമ്മുടെ നാട്ടിന്റെ സംസ്കാരം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ആകാശം മുട്ട രമ്യകർമ്മങ്ങൾ നിർമ്മിച്ച് അതിനുള്ളിൽ കടന്നിരിക്കാമെന്ന് കരുതുന്ന ചില ലോകവിട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. യുവന്മാരാണ് ഇത് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അവരുടെ കോട്ടകൊത്തളങ്ങൾ ഞെട്ടണമെങ്കിൽ ഒരുപക്ഷെ മനുഷ്യ മഹാസമുദ്രം പോലെ നമ്മൾ അലറി അടിക്കുകയാണെങ്കിൽ അവന് പണി നിർത്തും. കേരളീയ ജനസമൂഹം അവനെ വെറുതെ വിടില്ല എന്ന തിരിച്ചറിവ് അവനുണ്ടാകണമെങ്കിൽ 1 ലക്ഷം ആളുകൾ നമ്മുടെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചു കൂടണം. ഒറ്റ ശ്വാസം നമ്മൾ പറയണം, പ്രളയത്തെ കൈത്താങ്കൊണ്ട് നേരിട്ടവരാണ് നമ്മൾ. കൊറോണ എന്ന ക്രിമികീടം നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തിയപ്പോ ആ കൊറോണ എന്ന ക്രിമികീടത്തെ ചവിട്ടി കടന്നു പോകാൻ നമ്മൾ ഒന്നു ചേർന്നവരാണ്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചവരാണ്. കോവിഡിനും അതേപോലെ പ്രളയത്തിനും ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഏത് എന്ന് 40 വർഷത്തെ പരിചയം വെച്ച് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എന്നോട് നിങ്ങൾ ചോദിച്ചാൽ അത് ഈ രാസലഹരിയുടെ വ്യാപനം തന്നെ എന്ന് ഞാൻ പറയും. പ്രളയം വന്നാൽ അതിനൊരു കാലഗതിയുണ്ട്, കോവിഡ് വന്നാൽ അതിനൊരു കാലഗതിയുണ്ട്. 20 മാസം കഴിഞ്ഞപ്പോ കൊറോണ നാട് വിട്ടു. എന്നാൽ ഈ രാസലഹരി നാട് വിടില്ല, ഇവിടെ തന്നെ കാണും. വേരിറക്കി കഴിഞ്ഞു. ഈ നാരായ വേര് നമ്മൾ പിഴുതെടുക്കണം. അതിന് ഒരു മനുഷ്യ മഹാസമുദ്രം, ഒരു മനുഷ്യ മഹാമതിൽ നമ്മൾ കോഴിക്കോട് കടപ്പുറത്ത് തീർക്കണം. നിങ്ങളെല്ലാവരെയും ഞാൻ കോഴിക്കോട്ടേക്ക് സ്വാഗതം ചെയ്യുന്നു. കാരണം നമ്മൾ ഈ നാടുണ്ടെങ്കിലേ നമ്മളുള്ളൂ. നാടെനിക്ക് എന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ഈ നാടിന് എന്ത് ചെയ്തു എന്ന് തിരിച്ചു ചോദിക്കുന്നതാണ് എപ്പോഴും നല്ലത്. കോഴിക്കോട്ടേക്ക് വരിക. എന്ത് അസൗകര്യം ജീവിതത്തിൽ ഉണ്ടായാലും നിങ്ങൾ കോഴിക്കോട് കടപ്പുറത്തെത്തണം. ഞാൻ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും വേണമെങ്കിൽ എന്റെ വാർത്താമുറിയിൽ നിന്ന് വാർത്ത വായിച്ച് സ്വാസ്ഥ്യമൊക്കെ സമാധാനത്തോടെ കിടന്നുറങ്ങി ജീവിതം തള്ളി നീക്കാം. ചിലപ്പം എന്റെ കുട്ടികളൊക്കെ പ്രായമായവരാ, അവർ ചിലപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ടില്ലെന്ന് വരില്ല. പക്ഷെ എനിക്കങ്ങനെ സമാധാനിക്കാൻ പറ്റില്ല. കാരണം തൊട്ടടുത്ത വീട്ടിൽ MDMAക്ക് അഡിക്റ്റായവരുണ്ടെങ്കിൽ നട്ടപ്പാതിലേക്ക് അവൻ തോന്നുവാണ് ശ്രീകണ്ഠൻ നായന്റെ വീട്ടിൽ കയറി അയാളെ പള്ളയ്ക്ക് കുത്തിയാലോ എന്ന് തോന്നിയാൽ ചിലപ്പോൾ അവൻ വാതിൽ ചവിട്ടി കടന്നു വരും എന്ന് ഉറപ്പാണ്. പൊതുസ്ഥലങ്ങളിൽ, പൊതു ഇടങ്ങളിൽ, തിയേറ്ററുകളിൽ, പൂജാമുറികളിൽ, ഏത് സ്ഥലത്തേക്കും വേണമെങ്കിൽ ഇത്തരം ആളുകൾ കടന്നു വരാം. കൊച്ചു വിദ്യാർത്ഥിയുമായി വരുന്ന 14-കാരൻ അവൻ ചിലപ്പോ അവന്റെ കരുത്തിനേക്കാൾ പ്രകടിപ്പിക്കുന്നത് ഈ മാസ്മര ലഹരിയുടെ പ്രത്യാഘാതങ്ങളായിരിക്കും. നമുക്ക് തിരിച്ചറിയാൻ പോലും കഴിയില്ല. കള്ളു കുടിച്ചവനെ കല്ലിന്റെ ഗന്ധം കൊണ്ട് തിരിച്ചറിയാൻ പറ്റും. രാസലഹരിക്ക് മണമില്ല, ഗന്ധമില്ല. വീട്ടിലേക്ക് വന്നെങ്കിലും ആർക്കും മനസ്സിലാകില്ല. ഈ വാട്സപ്പ് പോലെ ഈവൻ ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത ചില കോഡുകൾ വഴി സംസാരിക്കുന്നതുകൊണ്ട് വലിയ വൈഭവമുള്ള, ബുദ്ധിവൈഭവമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിന് പോലും മനസ്സിലാക്കാത്ത കോഡുകളാണ് ഇത്തരം ആളുകൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് നേരിടാനുള്ള ശക്തി വളരെ വലിയ കരുത്തനാണ്. ആകാശം മുട്ടെ വളർന്നവനാണ്. അവന്റെ തായ്വേർ അറുത്തു വീഴ്ത്താൻ നമുക്ക് കഴിയും. പക്ഷേ ഞാനിപ്പോഴും ആത്മവിശ്വാസം കൈവിടുന്നില്ല. കേരളത്തിലെ ജനങ്ങളെ, നമ്മുടെ പോലീസ് സംവിധാനവും നമ്മുടെ എക്സൈസും സർക്കാരും പ്രതിപക്ഷവും ഭരണകക്ഷികളും യുവജനങ്ങളും എല്ലാം ഒന്നിച്ച് പ്രവർത്തിച്ചാൽ ഈ മർക്കട മുഷ്ടികളെ
ഈ നരാധമന്മാരെ, ഈ വെറുക്കപ്പെട്ടവന്മാരെ, ഈ പാഴ്നിലാവുകളെ നമുക്ക് തകർത്ത് തരിപ്പണമാക്കാൻ പറ്റും. അവന്റെ കോട്ടകൊത്തളങ്ങൾ നമുക്ക് ബോംബിട്ട് തകർക്കാൻ കഴിയും. അതിന് നമുക്ക് ഐക്യദാർഢ്യം വേണം, നമുക്ക് സംഘബോധം വേണം. ഒരു സംഘബലത്തോടെ നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരിക. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് അവിടെ നമ്മൾ ആ വൈകുന്നേരം വിളിച്ചു പറയും, അവസാനത്തെ MDMA-കാരനും കേരളം വിട്ടു പോകണം. ഗുഡ് ബൈ. നിങ്ങൾക്ക് നമ്മൾ കുട്ടികളോട് ഒരു ഗോൾഡൻ ലൈഫ് റൂൾ അഥവാ ഒരു അഡ്വൈസ് നൽകാമെങ്കിൽ അത് നമ്മുടെ ഈ ഒരു ജനറേഷന് എന്തായിരിക്കും ആ ഒരു അഡ്വൈസ്? ഞാന് നമ്മുടെ കുട്ടികളോട് പറയുന്നത് എപ്പോഴും, ഈ കാലത്ത് പ്രത്യേകിച്ചും നമ്മുടെ വീട്ടിലുള്ളവർ പറയുന്നത് പരമാവധി അനുസരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ വാട്സപ്പ് വഴിയൊക്കെ നമുക്കിപ്പോൾ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരിക്കലും കണ്ടുമുട്ടില്ലാത്ത ആൾക്കാരൊക്കെ നമ്മളെ നല്ല വഴി പിടിച്ചു നടത്താൻ ശ്രമിക്കും. പക്ഷേ അവരൊക്കെ ചതിക്കുഴികളുമായിട്ട് കാത്തിരിക്കും. എന്നാൽ നമുക്ക് രക്തബന്ധമുള്ളവരും നമ്മുടെ വീട്ടിലുള്ളവരും പറയുന്നത് ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് നമ്മളൊരു പിതാവൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ അവർ പറഞ്ഞത് ശരിയാണെന്ന് മനസ്സിലാക്കും. പക്ഷെ അപ്പോഴേക്ക് നേരം വൈകും. ഓക്കെ സർ, താങ്ക്സ്. സർ, ഈ AI, റോബോട്ടിക്സ് തുടങ്ങിയവ വളരുന്ന ഈ കാലഘട്ടത്തിൽ ഈ മനുഷ്യന്മാരുടെ ഹൃദയബന്ധങ്ങളും മൂല്യങ്ങളും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടോ? ബന്ധങ്ങള് ഇപ്പൊ തന്നെ ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു മോനെ. കാരണം അമേരിക്കയിൽ നടന്നൊരു പഠനമുണ്ട്, ഞാൻ പെട്ടെന്ന് പറയാം. അതായത് കൂടുതലും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന 300 പേരിൽ നടത്തിയ ഒരു പഠനമാണ്. അപ്പൊ അവര് എത്ര മണിക്കൂർ ബന്ധുക്കളുമായിട്ട് അല്ലെ കൂട്ടുകാരുമായി ബന്ധപ്പെടുന്നെന്ന് ശ്രമിച്ചപ്പോ 16 മണിക്കൂറിൽ ഒരു തവണ പോലും വീട്ടുകാരെ അവർ ഫോണിൽ വിളിച്ചിട്ടില്ല, ഒരു സുഹൃത്തിനോട് സംസാരിച്ചിട്ടില്ല. മൊബൈൽ ഫോൺ നോക്കി റീൽസ് നോക്കി നമ്മളൊക്കെ എത്ര മണിക്കൂർ കഴിയും? തീർച്ചയായിട്ടും ഈ ടെക്നോളജി കൊണ്ട് ഒരുപാട് സാധ്യതയുണ്ടെങ്കിലും ടെക്നോളജിയുടെ മോശപ്പെട്ട വഴികൾ നടക്കാനാണ് നമ്മൾ മലയാളികൾക്ക് പ്രത്യേകിച്ച് താല്പര്യം. ഞാനൊരിക്കല് ഹോങ്കോങ്ങിൽ ഒരു കാര്യമായിട്ട് പോയപ്പോൾ അവിടുത്തെ ഒരു ചാനൽ മുതലാളി എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട്ടിലൊക്കെ ആൾക്കാർ എത്ര മണിക്കൂർ TV കാണുന്നു? ഞാൻ 16-18 മണിക്കൂർ കാണുന്നു. നിങ്ങളുടെ നാട്ടിലോ എന്ന് ഞാൻ ചോദിച്ചു. ഞങ്ങളുടെ നാട്ടിൽ 40 മിനിറ്റ് കാണും. അയ്യോ, അത്രയേ ഉള്ളൂ. അവര് സാധാരണ ഓഫീസിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഉറക്കം വരാനുള്ളൊരു സിദ്ധൌഷധമാണ് ടെലിവിഷൻ. ഞാൻ വിചാരിച്ചു ഞാനൊക്കെ ഉറങ്ങാനുള്ള ഔഷധമാണ് ആളുകൾക്ക്. അവിടെ ആകെ 40 മിനിറ്റ്. നമ്മൾ 18 മണിക്കൂർ TV കണ്ടാലും പിന്നിലും മതി. പിന്നെ നമ്മൾ കിടക്കാൻ പോകും, കിടന്നുകൊണ്ട് നമ്മൾ തലയെടുത്തമല്ല കട്ടിലെ പടിയിൽ വെച്ചിട്ട് നമ്മൾ പിന്നെ റീൽസ് കാണും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ നമുക്കുണ്ട്. നമ്മൾ ടെക്നോളജിയോട് അടിമപ്പെട്ടു പോയ ഒരു ജനതയായി മാറിക്കൊണ്ട് കോവിഡാണ് ഇതിന് കാരണമായത്. നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കോവിഡിന് മുമ്പും കോവിഡിന് പിമ്പും അങ്ങനെയായി മാറിക്കഴിഞ്ഞു. കോവിഡ് കാലത്ത് സ്മാർട്ട് ഫോൺ എല്ലാവർക്കും വാങ്ങിച്ചൊന്നില്ലേ? വീട്ടിനുള്ളിൽ മുറിക്കുള്ളിലിരുന്ന് കഥയൊക്കെ കുത്തിയിട്ട് ചെറുക്കൻ ഏത് പരിപാടിയാണ് കാണുന്നതെന്ന് പോലും മനസ്സിലാക്കാതെ ഇപ്പുറത്ത് നിന്ന് ബാപ്പ ഉമ്മയോട് പറയും, അപ്പൊ ഈടെയായിട്ട് ഭയങ്കര മിടുക്കനാ, എത്ര മണിക്കൂറാ അവർക്ക് പഠിക്കുക? എന്ത് പഠനം? ഓക്കെ, താങ്ക് യു സർ. സർ, മോന്റെ പേരെന്തോ? അല്ല, ഈ മോന്റെ ഇപ്പൊ വന്ന മോന്റെ അഷാസ്. ഓക്കെ. സർ, നിങ്ങൾ ഒരു കുട്ടിയാണെങ്കിൽ ഈ കാലത്ത് നിങ്ങൾക്ക് ഏറ്റവും ഭയം തോന്നുന്നത് എന്താണ്? കുട്ടിയാണെങ്കിൽ എനിക്ക് ഏറ്റവും പേടി തോന്നുന്ന മാഷിനെ. ഓക്കെ, പിന്നെ ഈ നാട്ടിലെ ഒരു ആസുര കാലമാണ്, ഇത് അപകടം പിടിച്ചിട്ട് കാലമാണ്. ഈ നാട്ടില് പാമ്പും പഴുതാരയും പല്ലിയും പശുവും മാത്രമല്ല പേടിക്കാനുള്ളത്, മനുഷ്യരാണ് ഏറ്റവും അപകടകാരികൾ. കാട്ടുമൃഗങ്ങളെക്കാളും അപകടകാരി നാട്ടിലുള്ളവരാണെന്ന് ഞാൻ ചോദിക്കുന്നത്. ആന വെയിറ്റേറിനാണ്, അറിയാലോ, ആന വെയിറ്റേറിനാണല്ലോ. എന്നാൽ ആ വെയിറ്റേറിനായ ആനയെക്കാളും നോൺ വെയിറ്റേറിനായ മനുഷ്യൻ നാട്ടിലുണ്ട്. അവരെ സൂക്ഷിക്കണം. ആന വല്ലപ്പോഴേ അറിഞ്ഞു, ഇവരും നിരന്തരം നമ്മുടെ ഇടയിലുണ്ട്. ഓക്കെ, താങ്ക് യു. ചോദിച്ച വിദ്യാർത്ഥികൾക്ക് അഭിനന്ദനം അറിയിക്കുകയാണ്. മനുഷ്യന്റെ സെക്രട്ടറിയും പബ്ലിക് റിലേഷൻ മീഡിയ വിംഗ് കൺവീനറുമായ നവാസ് നന്ദി രേഖപ്പെടുത്തുന്നു. ഇപ്പൊ ഇത് ശരിക്കും ഇതിന് വലിയ അർത്ഥമുള്ള ഒരു വാക്കാണെന്ന് മനസ്സിലായി. ഇവൻ ബന്ധുത്വമൊക്കെ സന്ദർശിച്ച് മടങ്ങിപ്പോയ സ്ഥലമാണ്, മാറ്റമില്ല എന്നല്ലേ പറഞ്ഞു. ഇവൻ ബന്ധുത്വത്തെ നമ്മൾ സോഷ്യൽ സ്റ്റഡീസ് പണ്ട് പഠിച്ചത്. ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് കയറി നിറഞ്ഞപ്പോൾ എനിക്കൊരു സംഭവം, നമ്മൾ ഈ മാറ്റൂരിൽ ഇപ്പൊ ആദ്യമായിട്ട് വരിക. ഈ സ്ഥാപനം എനിക്ക് വളരെ ഇഷ്ടമായി. അതിൽ ഈ സ്ഥാപനം നല്ല ഡിസിപ്ലിൻഡ് ആണെന്ന് മനസ്സിലായി. മാത്രമല്ല എന്നോട് പറഞ്ഞു 6 പേരിൽ തുടങ്ങിയതാ അല്ലെ, 6 പേരിൽ തുടങ്ങി 2800 പേരിൽ എത്തണമെങ്കിൽ അതിനകത്ത് പിന്നിൽ ഒരു കഠിനാധ്വാനം തീർച്ചയായിട്ടും ഉണ്ടാകും, അതിനകത്ത് പ്രൊഫഷണലിസം ഉണ്ടാകും. അത് രണ്ടും ഈ സ്ഥാപനത്തിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ഥാപനം ഉത്തരോത്തരം അതിലും വലുതായിട്ട് ഉത്തരോത്തരം വളരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എപ്പോഴും ഞാൻ ഈ സ്ഥാപനത്തെ ശ്രദ്ധിക്കുന്നുണ്ടാവും. താങ്ക് യു.
SKN നയിക്കുന്ന കേരള യാത്രയിൽ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് കഴിയുന്ന രൂപത്തിലുള്ള സ്വീകരണ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിച്ചത്. പങ്കെടുത്ത ശ്രീകണ്ഠൻ നായർക്കും ഉഷ മാമിനും ഹാഷ്മി താജ് ഇബ്രാഹിം, ആരാണ് വിഷയം സംശയം? എന്റെ ഭാര്യ എന്ന് പറഞ്ഞു. ശ്രീകണ്ഠൻ നായർ സാറിന്റെ ഭാര്യയാണ്. ഹാഷ്മി താജ് ഇബ്രാഹിമും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഈ സംഗമം അധ്യക്ഷത വഹിച്ച മനുഷ്യന്റെ പ്രസിഡന്റ് തൊയ്യബ് തങ്ങള്, ഇവിടെ പങ്കെടുത്ത ജുനൈദ് തങ്ങള്, ഹൈദ്രോസ് തങ്ങള്, സയ്യിദ് ബിഷറുൽ ഹാഫി തങ്ങള്, മുഴുവൻ നേതാക്കളും പ്രവർത്തകരും 24 ന്യൂസ് ടീമിനും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിച്ച് ഈ സംഗമം അവസാനിച്ചതായി അറിയിക്കുന്നു. ഒരു 500 കോടി രൂപ മോഹവിലയുള്ള എന്നാൽ യഥാർത്ഥ വില 364 രൂപയായിട്ടുള്ള ഒരു സാധനം ഗിഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല ഒരു മക്കളെ, സ്വാഗതഗാനം ആലപിച്ച സഫ്വാൻ ആൻറ്റി സ്റ്റേജിലേക്ക് വരിക. വളരെ കാലിക പ്രസക്തമായ വരികളിലൂടെ ഹൃദയത്തെ തണുപ്പിച്ച സഫ്വാൻ ആൻറ്റിയും അവർക്കുള്ള SKNന്റെ പ്രത്യേകമായ സ്നേഹോപഹാരമുണ്ട്. സ്വീകരിക്കാൻ വേണ്ടി സ്വാഗതഗാന ടീം വേഗം വരിക. ഒരുപാട് വേദികളിൽ പാടാനുള്ളതുകൊണ്ട് ഒരു ടീഷർട്ടാണ് കൊടുക്കുന്നത്. താങ്ക് യു സർ. അപ്പൊ ഞാനെ കൂടെ നീങ്ങട്ടോ. എന്റെ ദേഹരക്ഷയ്ക്കാണ് എന്റെ ഭാര്യ എന്റെ കൂടെ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ചീഫ് സെക്യൂരിറ്റി ഓഫീസറാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്നെ കൊല്ലണമെങ്കിൽ ആദ്യം പുള്ളിയെ കൊല്ലണം, അപ്പോഴേ ഞാൻ സ്ഥലപ്പെടും. അഡിക്ഷന്റെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് കണക്ഷൻ ഇല്ലായ്മയാണ്. അപ്പം തീർച്ചയായിട്ടും വരണ്ട ഡ്രൈ ആയിട്ടുള്ള ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം നമുക്ക് നൽകാനുണ്ട്. വരണ്ട ഒരിക്കലും നമുക്ക് ഒരു ഉൾക്കൊള്ളാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മാനുഷിക ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിബന്ധങ്ങൾ, സമൂഹ ബന്ധങ്ങൾ തീർച്ചയായിട്ടും അതിനു കൂടി സാറിന്റെ ശ്രദ്ധ ഉണ്ടാവട്ടെ എന്ന് നമുക്ക് തീർച്ചയായിട്ടും ആശംസിക്കാം. താങ്ക് യു സർ. താങ്ക് യു ഫോർ യുവർ വെൽക്കം. ഓഫ് കോഴ്സ്. താങ്ക് യു.